CPM നേതാവ് പത്മകുമാറിന്റെ പരസ്യ പ്രസ്താവന തെറ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയുണ്ടാകും. വിഷയം പാർട്ടി പരിശോധിച്ചിട്ടില്ല. വിഷയത്തിൽ തുടർ നടപടികൾ പാർട്ടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. അതാര് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇത് പ്രതീക്ഷിച്ചതാണ് ഈ വാക്കുകൾ CPMന്റെ ഭാഗത്തു നിന്നും. പത്മകുമാറിനെതിരെ കൃത്യമായ നടപടി പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന്റെ തൊട്ടുപുറകെ പത്മകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ആ നിരാശ പങ്കുവച്ചിരുന്നു. 58 വർഷം പാർട്ടിക്കൊപ്പം നിന്നിട്ടും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പോലും ആകാൻ കഴിയാത്തതിന്റെ വലിയ വ്യഥ പങ്കുവെച്ചുകൊണ്ടാണ് അന്ന് പത്മകുമാർ ഒരു പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ നടപടി ഉറപ്പാണ്. ശാലിനി. നീലിമ, അങ്ങനെ തന്നെയാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിക്കുന്ന ദിവസമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. ഈ പോസ്റ്റ് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി അച്ചടക്ക നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. പാർട്ടിക്ക് മുകളിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവരെയും പാർട്ടിയെ വിമർശിക്കുന്നവർക്കെതിരെയും കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. ഒപ്പം തന്നെ പരസ്യ പ്രസ്താവന തെറ്റാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായി ബോധ്യപ്പെടാത്ത പ്രശ്നമാണ് ചിലർക്കുള്ളത്, അവരെ അത് ബോധ്യപ്പെടുത്തും. ഒപ്പം തന്നെ പാർട്ടി അച്ചടക്ക നടപടി പരിശോധിക്കുമെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ ഈ ഒരു പ്രതികരണം വളരെ കാര്യമായി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏത് തരത്തിലുള്ള നടപടി ഇനി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഒപ്പം തന്നെ സ്വരാജ് അവൈലബിൾ യോഗത്തിലടക്കം വിട്ടുനിൽക്കുന്നുണ്ട്. ഇത് മാറ്റി നിർത്തണം, കൂടുതൽ പാർട്ടിയിൽ ശ്രദ്ധിക്കണം, അവൈലബിൾ കമ്മിറ്റി വീഴ്ചയടക്കം ഈ പരിപാടികളിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിലടക്കം നേരിടേണ്ടി വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് പത്മകുമാറിനെതിരെ സംസ്ഥാന കമ്മിറ്റിയുടെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകുന്നത്. പക്ഷേ അത് ഏത് തരത്തിലുള്ള നടപടി ആയിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പത്മകുമാർ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചത്. തന്റെ ഭാഗത്ത് തെറ്റുണ്ടായി, പരസ്യ പ്രസ്താവന നടത്തിയത് ആ സമയത്തുണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥ കൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പത്മകുമാറിനെതിരെ പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്നതും അച്ചടക്ക നടപടി അടക്കം പരിശോധിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നീലിമ.